എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്? സുഗമമായ തെരഞ്ഞെടുപ്പായിരുന്നു എന്താണ്? പരമാവധി കണ്ണൂർ ഇതുവരെ ഇല്ലാത്ത സമാധാനപരമായ തെരഞ്ഞെടുപ്പ്. കള്ളവോട്ടുകളൊക്കെ എല്ലാ കാലത്തും നടക്കുന്ന പോലെ നടന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ വലിയ വിജയ പ്രതീക്ഷയിലാണ്. രാവിലെ മുതൽ ഞാൻ ബൂത്തുകളിൽ സഞ്ചരിക്കുകയാണ്. എല്ലാം നല്ല ടേൺഔട്ടാണ്. വിചാരിച്ച വോട്ടുകൾ കിട്ടും, മുന്നോട്ട് വരും. കൂടുതൽ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ BJP-യിലേക്ക് വരുന്ന ഒരു സാധ്യതയുണ്ടോ? ഈ EP ജയരാജനുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? EP ജയരാജൻ അടക്കം വരില്ലേ? കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 24 തെരഞ്ഞെടുപ്പിന് ശേഷം തകരും. അതിനകത്തുള്ള വലിയ നേതാക്കൾ, അത് ജയരാജൻ ആദ്യം വരുന്നു, സുധാകരൻ ആദ്യം വരുന്നുള്ള തർക്കം മാത്രമാണ്. എന്തായാലും കോൺഗ്രസിനകത്തുള്ളയും CPM-നകത്തുള്ള നേതാക്കന്മാർ, ഇപ്പോൾ നമ്മളൊക്കെ ഒരു കാലത്ത് ധരിച്ച CPM-നുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കും. ഇപ്പോൾ CPM-ഉള്ള ആളുകൾ നന്ദകുമാറിനെയൊക്കെ കാണാൻ തയ്യാറാവുന്നു, ശോഭാ സുരേന്ദ്രൻ കാണുന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കേരളത്തിലും BJP-യിലേക്കുള്ള ഒഴുക്ക് 24 ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ ആദ്യം സുധാകരനോ ആദ്യം ജയരാജനോ എന്നുള്ള തർക്കമേ ഉള്ളൂ. എന്തായാലും കോൺഗ്രസിൽ നിന്ന് നല്ലൊരു വിഭാഗം ആളുകൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി വരും. കാലക്രമേണ CPM-ൽ നിന്നും വരും. കാരണം CPM അങ്ങനെ പഴയ അയൺ കട്ടനുള്ള സാധനമൊന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും ഇതേ അവസ്ഥയായിരുന്നു. അവിടെ അവസാനം പാർട്ടി ഓഫീസുകൾ പോലും കൈയൊഴിഞ്ഞ് വരുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ ഇപ്പോഴും അധികാരമുള്ളത് കൊണ്ട് കുറേ ആളുകൾ നിൽക്കുന്നു. ഈ അധികാരം തുടർച്ചയുണ്ടാവില്ല എന്ന് കണ്ട് കേരളത്തിൽ വലിയ തകർച്ച ആ പാർട്ടിയിലുണ്ടാവും. ഒന്ന് ആ പാർട്ടിക്കുണ്ടായ അപജയത്തിൽ വിശ്വാസക്കുറവ് ജനങ്ങൾക്കുണ്ട്. ആ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിനും ഒരു തകർച്ചയുണ്ടാവും. സ്വാഭാവികമായ അന്ത്യം ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ടാവും. കണ്ണൂരിലെ 44 നമ്പർ കള്ളവോട്ടുകളുണ്ട്. മട്ടന്നൂരിലെ 44 നമ്പർ ബൂത്തിലും പിണറായിയിലെ 144 നമ്പർ ബൂത്തിലും കള്ളവോട്ട് നടന്നതായിട്ട് നമുക്ക് അറിവുണ്ട്. ഈ കള്ളവോട്ടുകളൊക്കെ ചെയ്യുന്ന കാലാകാലങ്ങളിൽ ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. കള്ളവോട്ട് മാത്രമല്ല, പുതിയൊരു പ്രവണത കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ഓപ്പൺ വോട്ട് സമ്പ്രദായമാണ്. ഈ ഓപ്പൺ വോട്ട് എന്ന് പറയുന്നത് 30-40 വയസ്സുള്ള ആളുകളെ കൊണ്ട് ഓപ്പൺ വോട്ട് ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. പാർട്ടിയിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് വിശ്വാസമില്ലാത്ത ആളുകളുടെ വോട്ട് ഉറപ്പിക്കുന്നതിനുവേണ്ടി ഓപ്പൺ വോട്ട് സമ്പ്രദായം ചെയ്യുക എന്നുള്ള ഒരു കാര്യം കണ്ണൂരിൽ വളരെ വ്യാപകമായി നടക്കുന്നു. നമുക്കൊക്കെ ആശ്ചര്യം തോന്നുന്നു. 40 വയസ്സുള്ള ആളുകളെ കൊണ്ടുവന്ന് ഓപ്പൺ വോട്ട് ചെയ്യിച്ച് വോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അവർ സ്വാഭാവികം നടന്നു പോവുകയും ഓടിപ്പോവുകയും ചെയ്യുന്നൊക്കെ സാഹചര്യമുണ്ട്. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ഒരു പ്രവണത ഒരു ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാണ്. കാരണം ഇത്ര വയസ്സ് കഴിഞ്ഞവർക്ക് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ള രീതിയിലോ അല്ലാതെ ആർക്കും ഇപ്പോൾ ഓപ്പൺ വോട്ട് ചെയ്യും. ഒരു 30 വയസ്സുള്ള ഒരു പയ്യൻ വന്നിട്ട് എനിക്ക് നാളെ CPM-ൽ ഞാൻ അവിശ്വസിക്കുന്നു അല്ലെങ്കിൽ CPM അകലുന്നു എന്ന് കണ്ടാൽ അവനെ കൂട്ടി വന്ന് ഓപ്പൺ വോട്ട് ചെയ്യുന്ന സംഭവം ഇത് കോൺഗ്രസിനുമുണ്ട്, കമ്മ്യൂണിസ്റ്റും ലീഗുകാർക്കുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ അതീവ അടിയന്തര ശ്രദ്ധ ഉണ്ടാവുന്നത്. കണ്ണൂരിൽ ഓപ്പൺ വോട്ട് സമ്പ്രദായം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൽ കള്ളവോട്ടും വ്യാപകമായി നടന്നു.